എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. എമ്പുരാൻ സിനിമ പോസ്റ്ററിലൊക്കെ കാണുന്ന ചുവന്ന ഡ്രാഗൺ സൂചിപ്പിക്കുന്നത് യാക്കൂസ സംഘത്തെയാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യാക്കൂസ സംഘം അഥവാ യാക്കൂസ ഗ്യാങ്ങിൻ്റെ കഥയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. തീർച്ചയായിട്ടും മുഴുവൻ കണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ജപ്പാൻ മനോഹരമായ പ്രകൃതിയും ആധുനിക നഗരങ്ങളും പുരാതന സംസ്കാരങ്ങളും ഒരുമിച്ച് നിലകൊള്ളുന്ന മനോഹരമായ രാജ്യം. ജപ്പാൻ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പലരുടെയും മനസ്സിലേക്ക് വരിക നിയോൺ ലൈറ്റുകളാൽ പ്രകാശിപ്പിക്കപ്പെട്ട തെരുവ് വീഥികളും മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളും അതുപോലെ തന്നെ വളരെ സംസ്കാരമുള്ള ആ ഒരു ജനങ്ങളുടെ മുഖവുമാണ്. എന്നാൽ ഇത്ര മനോഹരമായ ജപ്പാന് മറ്റൊരു മുഖം കൂടിയുണ്ട്. നഗരത്തിൻ്റെ ഇരുണ്ട വഴികളിലും ചൂതാട്ട കേന്ദ്രങ്ങളിലും ചാരായ ഷാപ്പുകളിലും ഒക്കെ ആയിട്ട് ഒരു കൂട്ടം ജനങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാതെ നിഴലുകളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്കിടയിൽ അവർ യാക്കൂസ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ നിഗൂഢവും രഹസ്യവുമായിട്ടുള്ള സ്വഭാവ രീതികൾ വച്ച് പുലർത്തുന്ന ഒരു കൂട്ടം മനുഷ്യർ. ദേഹമാസകലം അർത്ഥവത്തായിട്ടുള്ള ചിഹ്നങ്ങളും ചിത്രങ്ങളും കൊണ്ട് ടാറ്റു ചെയ്തവർ. അവരുടെ ചടങ്ങുകളൊക്കെ വളരെ വിചിത്രമാണ്. അതായത് സംഘത്തോടുള്ള വിശ്വാസ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുവിരലിൻ്റെ അറ്റം മുറിച്ച് സംഘത്തിന് സമ്മാനിച്ചവർ. രഹസ്യ ചടങ്ങുകളും നിയമങ്ങളുമുള്ള ഒരു സമൂഹം. അവർക്ക് രണ്ട് മുഖമാണുള്ളത്. ഒരു ഭാഗത്ത് അത്രത്തോളം ക്രൂരന്മാരായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ക്രിമിനൽസ് ആണ്. മറുഭാഗത്ത് ദുരന്തങ്ങൾ വരുമ്പോൾ ജനങ്ങളെ സഹായിക്കുന്ന പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു നന്മയുടെ പ്രതീകം കൂടിയാണ്. എന്നാൽ അവർ ആരാണ്? എങ്ങനെയാണ് 400 വർഷം മുമ്പ് ചൂതാട്ടക്കാരും തെരുവ് കച്ചവടക്കാരും മറ്റുള്ള സാധാരണക്കാരും ഒക്കെ ആയിട്ട് ചേർന്ന് തുടങ്ങിയ ഒരു സംഘടന ഇത്രത്തോളം ശക്തിയിലേക്കും സ്വാധീനത്തിലേക്കും എത്തിയത്? ഈ സംഘങ്ങളുടെ രഹസ്യ ലോകത്തേക്കാണ് നമ്മൾ ആഴ്ന്നിറങ്ങുന്നത്. അവരുടെ ആരംഭ കാലഘട്ടം, സുവർണ കാലഘട്ടം, തകർച്ച, ഇന്നത്തെ അവസ്ഥ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. കഴിയുന്നവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. എന്തായാലും നമുക്ക് യാക്കൂസയുടെ കഥയിലേക്ക് വരാം. യാക്കൂസയുടെ കഥ ആരംഭിക്കുന്നത് 400 വർഷം മുമ്പുള്ള ജപ്പാനിലാണ്. 1600-കളിൽ ആ ഒരു കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് ഏഡോ കാലഘട്ടം എന്നാണ്. ഈ ഒരു ഏഡോ കാലഘട്ടത്തിൽ സമൂഹത്തിലെ മനുഷ്യരെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും പണ്ട് നിലനിന്ന ജാതി വ്യവസ്ഥകൾ പോലെ തന്നെ അവിടെയും ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഒന്നാമത്തത് രാജാക്കന്മാർ, രണ്ടാമത്തത് സാമുറായിമാർ, മൂന്നാമത്തത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. ഈ സാമുറായിമാർ അത്രത്തോളം ശക്തരും അത്രത്തോളം സ്വാധീനമുള്ളവരും അത്രത്തോളം പവർഫുൾ ആയിരുന്നു ഈ സാമുറായിമാരെന്നുള്ളവർ. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം തുടങ്ങിയ ഒരുപാട് അധികാരങ്ങളും പവറും ഒക്കെ തന്നെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ സാധാരണക്കാരുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ വളരെ കഷ്ടമായിരുന്നു. ഈ ഒരു രാജാക്കന്മാരും സാമുറായിമാരും ഒക്കെ തന്നെ അവരെ കുറച്ച് അകലം പാലിച്ചാണ് നിർത്തിയിരുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന അയിത്തം കൽപ്പിക്കലില്ലേ, അതുപോലൊരു അയിത്തം കൽപ്പിച്ചാണ് ഈ സാധാരണക്കാരെ ഇവർ അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ ചില പ്രത്യേക വിഭാഗങ്ങളെ സമൂഹം തികച്ചും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുള്ള ചില സമൂഹ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ പുറത്താക്കപ്പെട്ടവരിൽ പ്രധാനമായ 2 വിഭാഗങ്ങളാണ് യാക്കൂസയുടെ തുടക്കത്തിന് കാരണമാകുന്നത്. ഒന്നാമത്തത് ടെക്യ എന്ന വിളിപ്പേരുള്ള തെരുവ് കച്ചവടക്കാരാണ്. ഇവർ ഉത്സവപ്പറമ്പുകളിലും മറ്റ് മാർക്കറ്റുകളിലും, അതായത് നഗരത്തിൽ നിന്ന് നീങ്ങിയിട്ടുള്ള മാർക്കറ്റുകളിലും മറ്റ് ആഘോഷവേളകളിലുമൊക്കെ വസ്തുക്കൾ വിൽക്കുന്ന ആൾക്കാരാണ്. ഇവർ എന്ത് വസ്തുക്കളാണ് വിൽക്കുന്നതെന്ന് നോക്കുവാണെങ്കിൽ ഗുണനിലവാരമില്ലാത്ത സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്ട്സ്, അതുപോലെ തന്നെ കള്ളക്കടത്ത് നടത്തി വന്നതോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള വസ്തുക്കളൊക്കെ വിൽക്കുന്നവരായിരുന്നു. ഇന്ന് നമ്മുടെ നാടുകളിൽ പല ബ്ലാക്ക് മാർക്കറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നില്ലേ, അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള വസ്തുക്കൾ വിൽക്കുന്നില്ലേ, അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഇവരോട് ഒട്ടും ബഹുമാനമോ അംഗീകാരമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതായത് ഒരു ഭ്രഷ്ട് കൽപ്പിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഈ ടെക്കി എന്നുള്ളത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ബക്കുത്തോയാണ്. ഇവരും അത് തന്നെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഉത്സവപ്പറമ്പുകളിലും മാർക്കറ്റുകളിലുമൊക്കെ ചൂതുകൾ നടത്തുകയാണ്. പ്രധാനമായിട്ടും ഡൈസ് ഗെയിംസും കാർഡ് ഗെയിംസും ആയിരുന്നു. നമ്മുടെ പണ്ട് കേരളത്തിൽ ഇതുപോലുള്ള ഗെയിമുകൾ ഉത്സവപ്പറമ്പിൽ കാണാമായിരുന്നു. ഗുലാൻ, അതുപോലെ വെയ്രാജാവായി, പിന്നെ മുച്ചീട്ട് കളി തുടങ്ങിയ കളികളുണ്ടായിരുന്നല്ലോ. ഇത് തന്നെയാണ് അന്ന് അവർ നടത്തിക്കൊണ്ടിരുന്നത്, ബക്കൂറ്റോ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഇവരും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ അകറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. കാരണം അവർ ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ചൂതുകളിയായിരുന്നു. അതായത് ഈ 2 വിഭാഗങ്ങളെയും ആ നാട്ടിലെ ജനങ്ങൾ തീർത്തും സാമൂഹ്യ വിരുദ്ധരും ക്രിമിനൽസുമായിട്ടായിരുന്നു മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ യാക്കൂസ എന്ന പേര് വന്നത് ഈ ചൂതാട്ടക്കാരിൽ നിന്നാണ്. അതായത് നമ്മുടെ നാട്ടിൽ പലതരം ചീട്ടുകളികളുണ്ടല്ലോ. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചീട്ടുകളിയാണ് ഒയ്ച്ചോ കാബു എന്ന് പറയുന്ന ഒരു കാർഡ് ഗെയിം. ഇതെങ്ങനെ കളിക്കുന്നത് നോക്കുവാണെങ്കിൽ ഒരു കാർഡിൻ്റെ ഡെക്ക് ഉണ്ടാകും. അതിൽ നിന്ന് 3 കാർഡുകൾ നമ്മൾ എടുക്കണം. അപ്പോൾ ആ ഒരു കാർഡിൻ്റെ എല്ലാം കൂടെ തുക 9ന് മുകളിൽ പോകണം. ഇപ്പോൾ എല്ലാ കാർഡിൻ്റെ തുക 11 ആണെന്ന് വെച്ചോ. അപ്പോൾ 11ൻ്റെ രണ്ടാമത്തെ അക്കമായിരിക്കും എനിക്ക് കിട്ടുന്ന പോയിന്റ്. അതായത് 1, 12 ആണെങ്കിൽ 2, 13 ആണെങ്കിൽ 3 എന്നുള്ള രീതിയിലാണ് ആ കളി പോകുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ആൾ ജയിക്കും. അങ്ങനെയായിരുന്നു ആ ഒരു ചീട്ടുകളി ഉണ്ടായിരുന്നത്. ഈ ഒയ്ച്ചോ കാബു എന്നുള്ള ചീട്ടുകളിൽ ഏറ്റവും മോശം കൈ എന്നറിയപ്പെട്ടിരുന്നത് 8, 9, 3 എന്നെടുക്കുന്ന ആ ഒരു ഡ്രോയിങ് ആയിരുന്നു. അതായത് 8, 9, 3 കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ്? 20 ആണല്ലേ. അതായത് 20 ആകുമ്പോൾ രണ്ടാമത്തെ അക്കം എത്രയാണ്? 0 ഒരു പോയിന്റും അവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 8, 9, 3 എന്നുള്ളത് മോശം കൈയായിട്ട് അറിയപ്പെട്ടിരുന്നത്. പുരാതന ജാപ്പാനീസ് ഭാഷയിൽ 8, 9, 3 വിളിച്ചിരുന്നത് യാ
യാക്കുസ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ യാക്കൂസ എന്നുള്ള വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത്. പിന്നീട് യാക്കൂസ എന്നുള്ള വാക്കിനർത്ഥം ഒരു പ്രയോജനമില്ലാത്തത്, ഒന്നിനും കൊള്ളാത്തത്, ഒരു ഗുണവുമില്ലാത്തത് എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ ഈ പദം സമൂഹത്തിൽ യാതൊരുവിധ ഉപകാരവുമില്ലാതെ, യാതൊരുവിധ ഗുണവുമില്ലാതെ ജീവിക്കുന്ന വ്യക്തികളെ വിളിക്കാനായിട്ട് തുടങ്ങിയാണ്. അത് വളരെ സാധാരണമായിട്ട് കോമൺ ആയിട്ട് മാറുകയാണ്. കാലങ്ങൾ കടന്നു പോകുമ്പോൾ ടെക്കയും ബക്കൂത്തോയും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് മാറുകയാണ്. അവർ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പതുക്കെ പതുക്കെ ഇവരുടെ ഇടയിൽ തന്നെ അവരുടേതായിട്ടുള്ള നിയമങ്ങൾ വരികയാണ്. ഗ്രൂപ്പിനൊരു തലവനുണ്ടാവും, മറ്റുള്ളവരെല്ലാം സംഘാംഗങ്ങളായിരിക്കും, തലവനെ മറ്റ് സംഘാംഗങ്ങൾ അനുസരിക്കണം. അങ്ങനെ വിചിത്രമായിട്ടുള്ള ആചാരങ്ങളും രീതികളും ഒക്കെ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഉടലെടുക്കുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ പല അപ്ഡേറ്റഡ് വെർഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന യാക്കൂസ സംഘങ്ങൾ എന്നുള്ളത്. ഇങ്ങനെ സമൂഹത്തിന്റെ പുറത്തേക്ക് തള്ളപ്പെട്ടവരിൽ നിന്ന് രൂപമെടുത്ത ആ ഒരു സംഘടന ജപ്പാന്റെ അണ്ടർഗ്രൗണ്ടിലൂടെ ശക്തിയും സ്വാധീനവും നേടിയെടുക്കാൻ തുടങ്ങി. ഏഴോ കാലഘട്ടത്തിന് ശേഷം ജപ്പാനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. പുതിയ ഭരണകൂടത്തിന്റെ കീഴിൽ ജപ്പാൻ ഒരു ആധുനിക രാജ്യമായി മാറിക്കൊണ്ടേയിരുന്നു. നഗരങ്ങൾ വികസിച്ചു, വ്യാപാരവും വ്യവസായങ്ങളും ഒക്കെ വളരെ ശക്തമായിട്ട് കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആ നഗരം ഏറ്റവും ആധുനികമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. ഈ സമയത്ത് തന്നെയാണ് ഇതിന്റെ ചുവട് പിൻപറ്റിയാണ് യാക്കൂസയും ശക്തി നേടുന്നത്, അല്ലെങ്കിൽ അവരുടെ ശക്തി കൂടി വരുന്നത്. ആദ്യകാലത്ത് ചെറിയ തെരുവ് കച്ചവടക്കാരും ചൂതാട്ടക്കാരുമായിട്ട് തുടങ്ങിയിരുന്ന ഈ സംഘം പതുക്കെ പതുക്കെ വാണിജ്യത്തിലേക്കും വ്യവസായത്തിലേക്കും കൈകടത്തുകയാണ്. റിയൽ എസ്റ്റേറ്റ്, കെട്ടിട നിർമ്മാണം, നഗരാസൂത്രണം, മറ്റ് ബിസിനസ്സുകൾ. അതായത് നിങ്ങൾക്ക് ആ ഒരു നാട്ടിൽ, അതായത് യാക്കൂസയുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ യാക്കൂസ സംഘങ്ങളുള്ള ഒരു നാട്ടിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇവരുടെ സമ്മതം തേടേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയാണ്. അല്ലാതെ പുതിയൊരാൾക്കും ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല. പുതിയൊരു കോൺട്രാക്ടർക്ക് അവിടെ ഒരു കെട്ടിട നിർമ്മാണം നടത്തണമെങ്കിൽ ആദ്യം ഇവരെ കണ്ട് സമ്മതം വാങ്ങി അവർക്ക് അത്രയും തുകകൾ കൊടുത്ത് മാത്രമൊക്കെ പോകാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇവരുടെ ശക്തിയുടെ രഹസ്യം അവരുടെ പ്രത്യേകമായിട്ടുള്ള സംഘടനാ രീതിയാണ്. അതായത് വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു യാക്കൂസ എന്നുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് യാക്കൂസ എന്നുള്ളത് ഒറ്റ സംഘടനയല്ല. അതായത് ഈ ഒരു ക്രിമിനൽ സംഘങ്ങളെ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് യാക്കൂസ. യാക്കൂസയിൽ തന്നെ പല സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു കുറച്ച് സംഘങ്ങളുടെയൊക്കെ പേര് ഇവിടെ എഴുതി കാണിക്കാം. അങ്ങനെ നിരവധി യാക്കൂസ സംഘങ്ങളുണ്ടെന്ന് ഓർത്തോളുക. അല്ലാതെ ഒറ്റ ഒരെണ്ണമല്ല യാക്കൂസ എന്നുള്ളത്. ഇവരുടെ സംഘടനാ രീതി പറയുവാണെങ്കിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ തലവനുണ്ടാകും. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഒരു കേവലം ഒരു ഗുണ്ടാ തലവൻ എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഇവരെ ഒയാബുൻ എന്നാണ് വിളിച്ചിരുന്നത്. അതിൻ്റെ അർത്ഥം കൂട്ടത്തിന്റെ പിതാവെന്നാണ്. അതായത് മറ്റ് സംഘാംഗങ്ങളെല്ലാം തന്നെ ഇയാൾക്ക് ഒരു ഗോഡ് ഫാദർ പരിഗണനയായിരിക്കും കൊടുത്തിട്ടുള്ളത്. പുള്ളി പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് കമാന്നൊരു അക്ഷരം വേണ്ടില്ല. ഇനി സംഘത്തിലുള്ള മറ്റുള്ളവരെ കോബുൻ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് കൂട്ടത്തിലെ കുട്ടികൾ. അതായത് ഒരു അച്ഛനുണ്ടാവും, ബാക്കിയെല്ലാം കുട്ടികളാണ്. അത്രത്തോളം ഒരു ഫാമിലിയെ പോലെയാണ് ഇവർ കഴിഞ്ഞിരുന്നത്. അപ്പോൾ അച്ഛൻ മക്കളോട് ആജ്ഞയിടും, ഓർഡർ ഇടും, ഇവർ ആ ഓർഡർ അനുസരിക്കുക. അതൊരിക്കലും തെറ്റിക്കാൻ പാടില്ലായിരുന്നു. ആ ഒരു പിതാവ് അഥവാ ഒയാബുൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് സംഘടനയിൽ യാതൊരു കാര്യങ്ങളും നീങ്ങത്തില്ലായിരുന്നു. ഈ കോബിനുകൾ അഥവാ കുട്ടികൾ ഒയാബിനോട് അത്രത്തോളം ബഹുമാനവും ആദരവും ഒക്കെയാണ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും ഒയാബിന്റെ വിശ്വാസം ഇവർ തകർക്കത്തുമില്ലായിരുന്നു. പക്ഷെ എങ്ങാനും ഒരു സംഘാംഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ, അതായത് കുട്ടികൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു സംഘടന അത്രത്തോളം ശക്തമായിട്ട് നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പല സിനിമകളും കാണുന്ന പോലെ തന്നെ ഗുണ്ടാ സംഘത്തിൽ ഒരുത്തിന് ഒറ്റിയാൽ അവരെ കൊന്നുകളയുന്ന രീതിയൊന്നുമല്ല, മറിച്ച് ചെയ്യേണ്ട ഒരു കർമ്മം ഉണ്ടായിരുന്നു. ആ ഒരു ചടങ്ങിന്റെ പേരാണ് യുബിൽസുമെ എന്നുള്ളത്. എന്താണ് യുബിൽസുമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സംഘാംഗം എന്തെങ്കിലും തെറ്റ് ചെയ്തു, സംഘടനാ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ എന്തെന്നാൽ ഈ ചെറുവിരലിൻ്റെ അറ്റമുണ്ടല്ലോ, ഈ ചെറുവിരലിൻ്റെ അറ്റം മുറിച്ച് ഒയാബിന് സമർപ്പിക്കണം, അഥവാ ഈ സംഘടനയ്ക്ക് സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു ആ ഒരു ശിക്ഷാരീതി. ഇത് സംഘത്തോടുള്ള അർപ്പണബോധവും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അഥവാ പശ്ചാത്താപവുമായിട്ടായിരുന്നു ആ ഒരു സംഘം കണ്ടിരുന്നത്. വിരൽ മുറിഞ്ഞ് ജീവിക്കുന്ന ഒരു യാക്കൂസ സംഘവും പിന്നീട് ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല എന്നും ബാക്കിയുള്ളവർക്ക് ഒരുമിച്ച് കൂടെ ചേർത്ത് വിശ്വസിച്ച് നിർത്താൻ പറ്റും എന്നുള്ളൊരു ഉറപ്പും കൂടിയിട്ടാണ് ഈ ഒരു കർമ്മത്തിലൂടെ അവിടെ സംഭവിക്കുന്നത്. രണ്ടാമത്തെ ആചാരം ഇരേസുമിയാണ്. അതായത് ദേഹം മുഴുവൻ പച്ച കുത്തുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ കാണുന്ന പോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നിലനിന്ന പച്ചകുത്തുകളില്ലേ, അതായത് സൂചി വെച്ചിട്ട് നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ മേത്ത് പച്ചയ്ക്ക് കുത്തി എടുക്കുക, അതായിരുന്നല്ലോ പണ്ടത്തെ പച്ചകുത്തല്ലേ. അതുപോലെ ദേഹമാസകലം, അല്ലാതെ കയ്യിത്തണ്ടയിൽ എവിടെയെങ്കിലും ചെറിയൊരു ടാറ്റു ചെയ്യുകയല്ല, ദേഹമാസകലം ഇവർ പച്ചകുത്തിയാണ്. ഈ പച്ചകുത്തുന്നത് വിചിത്രമായിട്ടുള്ള സിമ്പിൾസ് ഉണ്ടാകാം, അല്ലെങ്കിൽ കടുവയുടെയോ പൂക്കളുടെയോ അല്ലെങ്കിൽ സാമുറായിമാരുടെയോ ചൈനീസ് സിമ്പിൾസോ ഒക്കെ ഉണ്ടാകാം. ഈ സിമ്പിളുകൾക്കോ അല്ലെങ്കിൽ ആ ഒരു രൂപങ്ങൾക്കോ ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ടായിരുന്നു. ഡ്രാഗണുകളാണെങ്കിൽ ശക്തിയും അധികാരവും, കടുവയാണെങ്കിൽ പരാക്രമവും ധൈര്യവും, പൂക്കളാണെങ്കിൽ ജീവിതത്തിന്റെ സൗന്ദര്യം, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ഇപ്പോൾ പൂക്കളൊക്കെ പെട്ടെന്ന് വാടിക്കൊഴിഞ്ഞു പോകുമല്ലോ, പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നാണല്ലോ. ഇതൊക്കെയായിരുന്നു ഈ ടാറ്റുകൾ സൂചിപ്പിച്ചിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമുറായിമാരുടെ ചിത്രങ്ങളും മറ്റ് അവരുടെ പുരാതന സംസ്കാരത്തിൽ നിന്നുള്ള ഒരുപാട് സിമ്പിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പച്ചകുത്തുക, ദേഹമാസകലമാണ് പച്ചകുത്തുന്നത് അല്ലേ. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടോ
ഒരാഴ്ച കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ഒന്നും അല്ല കുത്തുന്നത്. ഒരുപാട് വർഷങ്ങളെടുത്താണ് ഇവർ ശരീരം ദേഹമാസകലം ഈ പച്ച കുത്തുന്നത്. മഷികൾ കൃത്യതയോട് കൂടിയിട്ട് ഈ മനുഷ്യ ശരീരത്തിൽ പച്ചയ്ക്ക് അവർ ഇങ്ങനെ കുത്തി 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 അങ്ങോട്ട് ഒഴുക്കി ചേർക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം വേദനാജനകമായിരുന്നു. ഈ ഇറേസുമി അഥവാ ഈ ടാറ്റൂസിനെ സമൂഹത്തിൽ പല രീതിയിലാണ് കണ്ടിരുന്നത്. അതായത് പൊതുജനങ്ങളെ സംബന്ധിച്ച് ഇറേസുമി ഉള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയത്തോട് കൂടിയിട്ടാണ് അവർ നോക്കിക്കണ്ടിരുന്നത്. കാരണം യാക്കൂസ സംഘത്തിലെ ആളാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അടുത്ത് ഇടപഴകാൻ ഇവർ മടിക്കുകയാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് പ്രവേശനങ്ങൾ പോലും നിഷേധിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ടാറ്റു ചെയ്ത് വരുന്നവർക്ക്. ഈ ടാറ്റു ഇവരെ സംബന്ധിച്ചാണെങ്കിൽ അഭിമാനത്തിൻ്റെ ഒരു അടയാളമായിരുന്നു. താനൊരു യാക്കൂസ അംഗമാണ്, തൻ്റെ ജീവിതം തൻ്റെ ശരീരവും മനസ്സുമെല്ലാം ഈ ഒരു സംഘത്തിന് സമർപ്പിച്ചു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഇവരതിനെ കൊണ്ടുനടക്കുക. പലപ്പോഴും ഇവർ ബാറുകളിലും അതായത് ചാരായ ഷാപ്പുകളിലും ഒക്കെ ഒത്തുകൂടുമ്പോൾ ഷർട്ടില്ലാതെയാണ് ഇവർ നടക്കുക. കാരണം യാക്കൂസയുടെ ടാറ്റു എല്ലാവരിലും ഉള്ളതല്ലേ, നമ്മളെല്ലാം ഒന്നാണ്, ബ്രദർഹുഡ് എന്നുള്ള രീതിയിലാണ് ഇവർ പലപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ഈ ടാറ്റുവിനെ കണ്ടിരുന്നത്. അതായത് ഇറേസുമി എന്നുള്ളത് ഒരു സംഘാംഗത്തെ സംബന്ധിച്ച് ധൈര്യവും അർപ്പണബോധവും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തരായിട്ട് നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വേണം എന്നൊക്കെയുള്ള ഒരു അടിസ്ഥാനത്തിന്റെ പുറത്ത് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ്. മൂന്നാമത്തെ ആചാരം സക്കാസുക്കിയാണ്. അതായത് പുതിയൊരു വ്യക്തിക്ക് ഈ ഒരു സംഘടനയിൽ ചേരണമെങ്കിൽ നേരെ കയറി അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരു സെർമണി പോലുള്ള അതായത് ചെറിയൊരു ചടങ്ങ് പോലുള്ള പരിപാടികൾ അവിടെ നടത്തും. ആ ഒരു ചടങ്ങിനെ വിളിക്കുന്ന പേരാണ് സക്കാസുക്കി എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു അവരുടെ ഒരു കൂടാരത്തിലാണ് നടത്തുക. അപ്പോൾ ആ ഒരു കൂടാരം അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഒയാബുനുണ്ടാകും. അതുപോലെ തന്നെ ഒയാബിൻ്റെ സൈഡിലായിട്ട് സീനിയർ ആയിട്ടുള്ള അതിൻ്റെ അകത്ത് ലീഡേഴ്സ് ഉണ്ടാകും. പുതിയൊരാൾ വന്നിട്ട് ആ ഒരു പയ്യൻ വന്നിട്ട് ഇവരുടെ മുമ്പിൽ ആദ്യം നമസ്കരിക്കുകയാണ്. നമസ്കരിച്ച ശേഷം പ്രധാനമായിട്ടും ഈ സക്കാസുക്കിയിലുള്ള കർമ്മം എന്തെന്നാൽ ജപ്പാനിലെ പരമ്പരാഗത മദ്യമാണ് സാക്കെ. ഒയാബുൻ ഒരു പാത്രത്തിൽ ഈ സാക്കെ കുടിച്ച ശേഷം ഈ കോബുൻ അതായത് പുതിയതായിട്ട് ചേരാൻ വന്നിട്ടുള്ള ആളുണ്ടല്ലോ ആൾക്കും കുടിക്കുകയാണ്. അപ്പോൾ ഒരേ പാത്രത്തിൽ നിന്ന് തന്നെ ഈ സാക്കെ മദ്യം കുടിക്കുകയാണ്. അങ്ങനെയാണ് പുതിയൊരാൾക്ക് ഈ ഒരു ഏത് യാക്കൂസ സംഘത്തിലാണെങ്കിലും അതിനകത്ത് ചേരാൻ സാധിക്കുക. അല്ലാതെ ഇന്ന് വന്ന് ഞാൻ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞു പറ്റില്ല. ഒരു സെർമണി പോലെ ഒരു ചടങ്ങ് പോലെ വലിയ പരിപാടി ഗംഭീരമായിട്ടുള്ള ചടങ്ങുകൾ അവിടെ നടത്തപ്പെട്ടിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഹിരോഷിമയിലും നാഗാസാക്കിയിലൊക്കെ അമേരിക്ക ആറ്റം ബോംബിട്ട് വലിയൊരു നാശമാണ് ആ രാജ്യത്തിനുണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു അത്രയും പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആൾക്കാർക്ക് ഭക്ഷണമില്ല, കുടിക്കാൻ നല്ല ശുദ്ധമായിട്ടുള്ള ജലമില്ല, മരുന്നുകളില്ല, വീടുകളെല്ലാം തകർക്കപ്പെട്ടിരുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴാണ് ഈ യാക്കൂസ സംഘം കൃത്യമായിട്ട് അത് മുതലെടുക്കുന്നത്. അതായത് ബ്ലാക്ക് മാർക്കറ്റുകൾ തുടങ്ങിയാണ്, കരിംചന്തകൾ തുടങ്ങിയിട്ട് അവിടെ അങ്ങോട്ട് വേണ്ട ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും മറ്റ് സേവനങ്ങളും ഒക്കെ ഇവർ നൽകുകയാണ്. അതുപോലെ തന്നെ അക്രമങ്ങളും അത്രത്തോളം ഇവർ നടത്തുകയാണ്. കാരണം ഭരണകൂടത്തിന്റെ ശ്രദ്ധ എന്തിലാണ്? ജനങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് മോചിപ്പിക്കുക, ഈ പട്ടിണിയും ബാക്കി കാര്യങ്ങളും ഒക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണല്ലേ. ഈ അവസരത്തിൽ അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രധാനമായിട്ടും 1950 മുതൽ 1980 വരെ എന്നുള്ളതാണ് യാക്കൂസയിലെ സുവർണ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് യാക്കൂസ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സംഘടനയായി മാറിയത്. സംഘടനകളായി മാറി എന്ന് പറയുന്നതായിരിക്കും ഒന്നുകൂടെ കറക്റ്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാക്കൂസ എന്നുള്ളത് ഒരു സംഘമല്ല, നിരവധി യാക്കൂസ സംഘങ്ങളുണ്ട്. പ്രത്യേകിച്ച് കസുവോ താവോക്ക എന്ന നേതാവിന്റെ കീഴിലുള്ള യമാഗുച്ചി ഗുമി എന്ന് പറയുന്ന ഒരു യാക്കൂസ സംഘം വളരെ ശക്തി ആർജിക്കുകയാണ്. ജപ്പാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു സംഘടനയായിരുന്നു യമാഗുച്ചി ഗുമി. യാക്കൂസയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഘടനയാണ് യമാഗുച്ചി ഗുമി. ഇന്നും ജപ്പാനിലെ ഏറ്റവും വലിയ അധോലോക സംഘമായിട്ട് ഇത് നിലകൊള്ളുന്നുണ്ട്. ഇതിന്റെ ആരംഭം വർഷം 1915 അന്ന് ഹരിക്കിച്ചി യമഗുച്ചി എന്ന് പറയുന്ന ഒരു ചെറിയ സംഘത്തിന്റെ നേതാവ് തുറമുഖ തൊഴിലാളികളുമായിട്ട് ചേർന്ന് ഒരു സംഘം രൂപീകരിക്കുകയാണ്. ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ അത് പതുക്കെ ഇൻവോൾവ് ആകുമായിരുന്നു. പക്ഷേ ഇത് കേവലം ഒരു പ്രാദേശിക സംഘടന മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഒരു കുറച്ച് സ്ഥലത്തിനപ്പുറത്തേക്ക് ഇതിന് വലിയ ശക്തിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ശരിക്കും യമാഗുച്ചി ഗുമി ശക്തമാകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. 1946 സംഘത്തിന്റെ മൂന്നാമത്തെ നേതാവായിട്ട് കൂമ അഥവാ കരടി എന്ന് വിളിപ്പേരുള്ള കസവോ ടവോക്കെ അധികാരം വയ്ക്കുകയാണ്. അപ്പോൾ കസവോ ടവോക്കെ എന്തിനാണ് അറിയപ്പെട്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ള അക്രമങ്ങളുടെ പേരിലും അതുപോലെ തന്നെ പുള്ളിയുടെ ചില പ്രത്യേകമായിട്ടുള്ള നിലപാടുകളും കാര്യങ്ങളും രീതികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ അത്രത്തോളം കുപ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയായിരുന്നു കസവോ ടവോക്കെ എന്നുള്ളത്. അപ്പോൾ കസവോ ടവോക്കെ അധികാരമേറ്റതോടെ പുള്ളി ഈ ഒരു ചെറിയ സംഘത്തെ അതായത് ചെറിയൊരു പ്രദേശത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു ഗ്യാങ്ങിനെ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു അധോലോക സിൻഡിക്കേറ്റ് ആയിട്ട് മാറ്റുകയാണ്. ടവോക്കെ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹം മനസ്സിലാക്കി ഈ ഒരു ഗുണ്ടാ പ്രവർത്തനം കൊണ്ട് മാത്രം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. മറ്റ് കമ്പനികളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മുടെ സംഘടനയ്ക്ക് ഉണ്ടാക്കണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പുതിയ ആൾക്കാരെയൊക്കെ ഈ ഒരു സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. എല്ലാ മേഖലകളിലും എല്ലാ ചെറിയ ചെറിയ മേഖലകളിലും ഓരോ തലവന്മാരെ വെക്കുകയാണ്. അതായത് ഒരു
അധോലോക കമ്പനി എങ്ങനെയാണ് റൺ ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ്. 1960കളിലും 70കളിലും ഒക്കെ ആയിട്ട് ഈ സംഘത്തിൽ 10,000 മുതൽ 15,000 വരെ ആൾക്കാരുണ്ടായിരുന്നു. ജപ്പാനിലെ ടോക്കിയോ മുതൽ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും ഇവർ വലിയൊരു ശക്തി കേന്ദ്രമായിട്ട് വളരുകയാണ്. വലിയൊരു അധോലോക സംഘമായിട്ട് അതിനോടകം തന്നെ യമാഗുച്ചി ഗുമി മാറിക്കഴിഞ്ഞിരുന്നു. ടവോക്കയുടെ കാലത്ത് യമാഗുച്ചി ഗുമി പ്രധാനമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, ട്രാൻസ്പോർട്ട്, അതുപോലെ വിനോദം, വ്യവസായം, വാണിജ്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും കൈവച്ച് പോന്നിരുന്നു. ഇത് മാത്രമല്ല രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങൾ വച്ചു പുലർത്തി രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1970കളിലെ പല ഇലക്ഷനുകളെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു സംഘടനയായിട്ട് ടവോക്കയുടെ നേതൃത്വത്തിൽ യമാഗുച്ചി ഗുമി മാറുകയാണ്. അത് എത്രത്തോളം വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് യാക്കൂസ സംഘങ്ങളിലേക്ക് ലീഡേഴ്സ്, തലവന്മാരുണ്ടല്ലോ, തമാന്നൊരു അക്ഷരം മിണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തി. കാരണം അത്രത്തോളം പവർഫുൾ ആയി കഴിഞ്ഞിരുന്നു യമാഗുച്ചി ഗുമി. യമാഗുച്ചി ഗുമി ജപ്പാനിലുള്ള മറ്റ് സുപ്രധാനമായിട്ടുള്ള യാക്കൂസ സംഘങ്ങളുണ്ടല്ലോ, സുമിയോഷിക്കായ്, ഇനഗവാക്കായ് തുടങ്ങിയ യാക്കൂസ ഗ്രൂപ്പുകളുമായിട്ട് നിരന്തരം സംഘർഷങ്ങളിലും യുദ്ധങ്ങളിലും ഏറ്റിരുന്നു. ഒരുപാട് രക്തച്ചൊരിച്ചിലുകളും ഒരുപാട് ജീവനുകളുമാണ് ഈ യുദ്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭൂരിഭാഗം സമയങ്ങളിലും വിജയം എന്നുള്ളത് യമാഗുച്ചി ഗുമിക്കായിരുന്നു. വർഷം 1972 ടോക്കിയോയിലെ മറ്റൊരു വലിയ അധോലോക സംഘമായിട്ടുള്ള ഇനഗവാക്കായ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ടക്കോയെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് രമ്യത്തിലെത്തി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. 1980കളിലെ ജപ്പാനിലെ സാമ്പത്തിക വളർച്ച അതൊരു ബബിൾ എക്കോണമി ആയിരുന്നു. ഇത് യമാഗുച്ചി ഗുമിക്കും ടവോക്കയ്ക്കും വളരെ ഉപകാരപ്രദമായി മാറുകയാണ്. കാരണം ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വരികയാണ്. ഒരുപാട് വലിയ വ്യവസായിമാർ വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും വലിയ ബിൽഡിങ്ങുകളും ഒക്കെ നിർമ്മിക്കുക, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ എല്ലാ മേഖലകളും, റോഡ് കൺസ്ട്രക്ഷൻ, എല്ലാ മേഖലകളും അത്രത്തോളം വളരുന്ന ജപ്പാന്റെ ഒരു വിപ്ലവം എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു 1980കൾ എന്നുള്ളതല്ലേ. ഈ മേഖലയിൽ ഇവരെങ്ങനെ കൈകടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും റിയൽ എസ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കമ്മട്ടിപ്പാടം സിനിമയിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. കൊച്ചിയിലൊക്കെ പണ്ട് എറണാകുളം നഗരങ്ങളിലൊക്കെ ഫ്ലാറ്റുകൾ കെട്ടാനായിട്ട് ആ ഒരു ഫ്ലാറ്റിന്റെ ആൾക്കാർ, ആ ഒരു വലിയ കൺസ്ട്രക്ഷൻ കോർപ്പറേറ്റ് കമ്പനി ഗുണ്ടകളെ നിയോഗിക്കും അല്ലേ. ഈ അവിടെ താമസിക്കുന്ന സാധാരണക്കാരായുള്ള ജനങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗുണ്ടാപ്പണി ഇവിടെ യമാഗുച്ചി ഗുമി ഏറ്റെടുക്കുകയാണ്. കോടികൾ പൈസ മേടിച്ചിട്ടാണ് ഇത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ അവിടെ താമസിക്കുന്ന ജനങ്ങൾ, മറ്റ് ചെറിയ കമ്പനീസ്, കടക്കാർ, ഇവരെല്ലാം യമാഗുച്ചി ഗുമി ഒഴിപ്പിക്കുകയാണ്. അതൊരു ഭീഷണിയോ അക്രമോ ഒന്നും മാത്രമായിരുന്നില്ല. രാത്രിയിൽ ഈ വീട്ടുകാർക്ക് കിടന്നുറങ്ങുമ്പോഴേക്ക് വീട്ടിലേക്ക് വെടിവെക്കുക, പെട്രോൾ ബോംബ് എറിയുക തുടങ്ങിയ അത്രത്തോളം ക്രൂരമായിട്ടുള്ള രീതിയിലായിരുന്നു അവരെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? ഈ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നിക്ഷേപിച്ച് ഒരുപാട് കമ്പനികളുടെ ഓഹരി മേടിക്കുകയാണ്. അതുപോലെ തന്നെ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ ചെന്നിട്ട് പേടിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് എക്സ്റ്റോർഷൻ അഥവാ കൊള്ളയടിക്കലും കൂടെ ഇവർ നടത്തുകയാണ്. അതായത് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒട്ടും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം കോടികളാണ് ഓരോ മേഖലകളിൽ നിന്നും ഇവരുടെ പോക്കറ്റിലേക്ക്, ഈ ഒരു സംഘത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിൽ നിരവധി ബാങ്കുകളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥരെയും മറ്റ് കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥരെയും ഒക്കെ ഭീഷണിപ്പെടുത്തി, ഒന്നെങ്കിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ഇവർ നിയമവിരുദ്ധമായിട്ട് പണം തട്ടുന്ന ഏർപ്പാടുണ്ടായിരുന്നു. പണ്ടൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, നാഗോയ നഗരത്തിലെ ഒരു ബാങ്ക് മാനേജർ ഇവർ പറഞ്ഞ കാര്യം അനുസരിച്ചില്ല. കാരണം പുള്ളി പറഞ്ഞു, ഇത് പറ്റില്ല, നിയമവിരുദ്ധമായിട്ട് ഒരു പണം തരാൻ എനിക്ക് സാധിക്കില്ല, നിങ്ങൾ എത്രത്തോളം കൈക്കൂലി തന്നാലും വേണ്ടില്ല, എന്തൊക്കെ ഓഫർ ചെയ്താലും വേണ്ടില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാങ്ക് മാനേജറെ, നാഗോയ ബാങ്കിലെ ബാങ്ക് മാനേജർ ഇവർ വെടിവെച്ച് കൊല്ലുകയാണ്. രാഷ്ട്രീയക്കാരും സമൂഹത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും അവർ വളരെ സൂക്ഷ്മമായിട്ടാണ് വളർത്തിയിരുന്നത്. രാഷ്ട്രീയക്കാരെ അവരുടെ കേന്ദ്രത്തിലേക്ക് വിളിച്ച് അവരെ സൽക്കരിക്കുക, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് സൽക്കരിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവരങ്ങനെ ചെയ്തിരുന്നു. ഈ ഒരു രാഷ്ട്രീയക്കാരും പോലീസുകാരൊക്കെ രഹസ്യ കേന്ദ്രങ്ങളിൽ പോയിട്ട് ഇവരെ ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്ത സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും കാണുന്ന കാര്യമല്ലേ. അതായത് ഗുണ്ടകളും രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ടുള്ള ലോഹ്യവും കാര്യങ്ങളും, അങ്ങനെ രാഷ്ട്രീയക്കാരുടെ പിൻബലത്തോടു കൂടിയിട്ട് ഗുണ്ടകൾ പല ക്രിമിനൽ ആക്ടിവിറ്റീസും ഇവിടെ കാണിക്കുന്നു. ഇതിനെ മറ്റ് പോലീസുകാരും അല്ലെങ്കിൽ ഗവൺമെന്റും ഒക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണല്ലേ. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ രാഷ്ട്രീയക്കാരുടെയും പോലീസുകാരുടെയും ഒക്കെ തണലിൽ യാക്കൂസ സംഘങ്ങൾ വളരെ നിശബ്ദമായിട്ട് ശക്തി പ്രാപിക്കുകയായിരുന്നു. എന്നാൽ യമാഗുച്ചി ഗുമിയുടെ ചരിത്രം എപ്പോഴും സൗഹൃദപരമായിരുന്നില്ല. വർഷം 1981 ടവോക്കെ മരിക്കുകയാണ്. അപ്പോൾ ടവോക്കെ മരിച്ച ശേഷം പുതിയൊരു നേതാവ് വരണമല്ലോ. പുതിയ തലവനായിട്ട് മസഹിസ ടാക്കേനാക്കെ എന്ന് പറയുന്ന വ്യക്തിയാണ് അധികാരമേൽക്കുന്നത്. പക്ഷേ ഇയാളുടെ പല നിലപാടുകളോടും രീതികളോടും പല സംഘാംഗങ്ങൾക്കും തീർത്തും എതിർപ്പുണ്ടായിരുന്നു. എങ്ങനെയാണോ ടവോക്കെ ചെയ്തത് അതിന് പലതും വിപരീതമായിട്ടാണ് ഇയാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാക്കൂസ സംഘത്തിലുള്ള ഒരു വിഭാഗം ഗ്യാങ്സ്റ്റേഴ്സ് അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞിട്ട് മറ്റൊരു സംഘത്തിൻ്റെ കൂടെ ചേരുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു സംഘം രൂപീകരിക്കുകയാണ്. ഇച്ചിവാക്കായി എന്നായിരുന്നു ആ ഒരു ഗ്രൂപ്പിൻ്റെ പേര്. പിന്നീട് അവിടെ കാണാൻ പറ്റിയത് യമ ഇച്ചി വാറാണ്. അതായത് യമാഗുച്ചി ഗുമിയും ഇച്ചിക്കായും തമ്മിൽ വളരെ രക്തരൂക്ഷിതമായിട്ടുള്ള തെരുവ് യുദ്ധങ്ങളും വെടിവെപ്പുകളും ബോംബേറുകളും അതുപോലെ തന്നെ മിസൈലുകൾ, അതായത് ചെറിയ റോക്കറ്റ് ലോഞ്ചർ അടക്കമാണ് ഇവർ ആ ഒരു വാറിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന പോലെ കത്തിക്കുത്തോ കാര്യങ്ങളൊന്നുമല്ല, അത്യാധുനികമായിട്ടുള്ള യുദ്ധക്കോപ്പുകൾ വെച്ചിട്ടായിരുന്നു ഇവർ പോരാടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോലീസൊക്കെ ശക്തമായിട്ട് ഇടപെട്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിന്റെ ഒരു തോതെങ്കിലും കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഘങ്ങളിലുള്ള ഒരുപാട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടക്കിയാണ്. ഈ ഒരു യുദ്ധത്തിൽ യമാഗുച്ചി ഗുമി വിജയിച്ചെങ്കിലും സമൂഹത്തിന്റെ മുമ്പിലുള്ള അവരുടെ ഇമേജ് അത്രത്തോളം
ഡാമേജ് ചെയ്യപ്പെട്ടിരുന്നു, അത്രത്തോളം നശിപ്പിക്കപ്പെട്ടിരുന്നു. കാരണം ആൾക്കാർ ഈ യുദ്ധത്തിന് ശേഷം അവരെ വളരെ പുച്ഛത്തോടു കൂടിയിട്ടാണ് നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ ഈ ഇമേജ് തിരിച്ചു പിടിക്കാനായിട്ട് അവർ എന്ത് ചെയ്യാനും തയ്യാറായിരുന്നു. അങ്ങനെ വർഷം 1995 ജപ്പാനിൽ കോബെ ഭൂമികുലുക്കം ഭൂകമ്പം ഉണ്ടാകുകയാണ്. വലിയൊരു അപകടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അപകട സ്ഥലത്ത് ഗവൺമെന്റിനെക്കാളും മുമ്പേ തന്നെ സഹായ പ്രവർത്തനങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ യമാഗുച്ചി ഗുമി അംഗങ്ങളായിരുന്നു. ഭക്ഷണം, രക്ഷാപ്രവർത്തനം, വെള്ളം, മറ്റ് അവശ്യ വസ്തുക്കൾ. ഇന്ന് നമ്മളുടെ പ്രളയമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടലൊക്കെ വരുമ്പോൾ നമ്മൾ സഹായ പ്രവർത്തനങ്ങൾ ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഒരു സന്നദ്ധ സംഘടനയായിട്ട് യമാഗുച്ചി ഗുമി ഗവൺമെന്റിനെക്കാളും മുമ്പേ അവിടെ എത്തിച്ചേരുകയാണ്. എന്തിനു വേണ്ടിയിട്ടെന്ന് നോക്കുവാണെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞോട്ടെ, ഒരു കൊടും ക്രിമിനൽ എത്ര വലിയ നന്മ പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ നല്ലവനായി മാറുന്നില്ല. അവൻ ക്രിമിനൽ തന്നെയാണ്, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനാണ്, സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടേണ്ടവനാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാണുന്ന ട്രെൻഡാണ്, നമ്മുടെ നാട്ടിലെ ഒരു ഗുണ്ടാത്തലവൻ വഴിയിലിരിക്കുന്നവൻ ഒരു പൊതിച്ചോറ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അയാളെ വലിയ ഒരു പുണ്യാളനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് യമാഗുച്ചി ഗുമി അത്ര ശക്തമല്ലെങ്കിലും ഇപ്പോഴും ആയിരക്കണക്കിന് ആൾക്കാർ യമാഗുച്ചി ഗുമിയുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് പണ്ടത്തെ പോലെ തന്നെ നേരിട്ടിറങ്ങി ക്രൈം ചെയ്യാൻ പറ്റുന്ന, ഓർഗനൈസ്ഡ് ആയിട്ട് ക്രൈം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ജപ്പാനിൽ നിലവിലുള്ളത്. ഗവൺമെന്റുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് നാർക്കോട്ടിക്സ് ആണ്, ലഹരിക്കടത്താണ്. MDMA പോലുള്ള മറ്റു മയക്കുമരുന്നുകളൊക്കെ ഈ ആ ഒരു നാട്ടിൽ സപ്ലൈ ചെയ്യുന്ന ആ ഒരു സിൻഡിക്കേറ്റ് ആണ് ഇപ്പോഴുള്ള യമാഗുച്ചി ഗുമി എന്ന് പറഞ്ഞാൽ. ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് അല്ലേ. ആ ഡേർട്ടി ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് ഇന്നത്തെ സംഘാംഗത്തിലുള്ളത്. യാക്കൂസ സംഘങ്ങളുടെ തകർച്ച എങ്ങനെയായിരുന്നു? അതായത് പണ്ടത്തെ പോലെ യാക്കൂസ സംഘങ്ങളെ നമുക്ക് കാണാനും സാധിക്കത്തൊന്നുമില്ല. അവർ നിഴലുകളിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, പക്ഷേ പ്രത്യക്ഷത്തിൽ അവർ വരാറില്ല, യുദ്ധങ്ങൾ നടത്താറില്ല, ഒന്നുമില്ല അല്ലേ. അപ്പോൾ അവരുടെ തകർച്ച എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ 1990കളുടെ ആരംഭത്തിലാണ് സംഭവിക്കുന്നത്. കൃത്യമായി പറയുവാണെങ്കിൽ 92 ജപ്പാൻ ഗവൺമെന്റ് ആന്റി ബോര്യോകുഡാൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നിയമം കൊണ്ടുവരികയാണ്. നമ്മുടെ നാട്ടിൽ കാപ്പ എന്നൊക്കെ പറയുന്ന ഗുണ്ടാ നിയമം നിലനിൽക്കുന്നില്ല, അതുപോലത്തെ ഒന്ന് തന്നെയാണ് ബോര്യോകുഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ സംഘം എന്നാണ്. അതായത് ക്രിമിനൽ സംഘങ്ങൾക്കെതിരെയുള്ള ഒരു നിയമമായിരുന്നു, ശക്തമായിട്ടുള്ള നിയമനിർമ്മാണമായിരുന്നു ജപ്പാൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ശക്തമായി പ്രവർത്തിക്കുകയാണ്, ഗുണ്ടകളെയൊക്കെ എൻകൗണ്ടർ ചെയ്യുകയാണ്, തുറുങ്കിലടക്കുകയാണ്. അങ്ങനെ ഇവരുടെ യാക്കൂസ സംഘങ്ങളുടെ ശക്തി പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയാണ്. സംഘാംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഇനി പോലീസ് കൃത്യമായിട്ട് വേട്ടയാടിയപ്പോഴേക്കും ജനങ്ങൾക്കും ധൈര്യം വരികയാണ്. ഇത്രയും കാലം യാക്കൂസ സംഘങ്ങളെ പേടിച്ച് അടിമകളെ പോലെ അവരുടെ കീഴിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാണ്, അവരോട് സഹകരിക്കാതിരിക്കുകയാണ്, അവരെ പൂർണ്ണമായിട്ടും പുച്ഛിച്ച് പുറന്തള്ളുകയാണ്, നിരാകരിക്കുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ യാക്കൂസ സംഘങ്ങളുടെ പ്രഭാവം മങ്ങി വരുന്നൊരു കാഴ്ചയാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ഈ 400 കൊല്ലം മുമ്പ് തുടങ്ങിയ സംഘടന എങ്ങനെയാണ് ഇപ്പോഴും നിലനിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ആൾക്കാർ, യുവാക്കൾ അതിലേക്ക് വരണമല്ലേ. ഈ നിയമം വന്നോട് കൂടിയിട്ട് പുതിയ ആൾക്കാരൊന്നും അതിലേക്ക് വരാതെയായി. ആ ഒരു നാടിൻ്റെ സംസ്കാരമേ മാറി. പുതിയ ആൾക്കാർക്ക് നല്ല ജീവിതം, അതായത് നല്ല ജോലി ചെയ്യണം, നല്ല കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കണം എന്നുള്ള ആശയങ്ങൾ ആ പുതിയ യുവാക്കളിലേക്ക് വരികയാണ്. അങ്ങനെ യാക്കൂസ സംഘങ്ങൾ ചേരുന്ന യുവാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള ഇടിവുണ്ടാകുകയാണ്. വളരെ ചുരുക്കം പേര് മാത്രമായി ഇതുപോലുള്ള ഗുണ്ടാ സംഘങ്ങളിലേക്ക് ചേരുന്നത്. അതായത് കുറച്ച് ചെറുപ്പക്കാർ മാത്രമാണുള്ളത്. ബാക്കി ഭൂരിഭാഗം പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50, 60, 70 വയസ്സുള്ളവരൊക്കെ മാത്രമാണ്. അങ്ങനെ ഈ യാക്കൂസ സംഘങ്ങളുടെ പ്രഭാവം അപ്പാടെ മങ്ങുകയാണ്. ഇന്നത്തെ യാക്കൂസയുടെ സ്ഥിതി ഇതാണ്. ഒരു കാലത്ത് ലക്ഷക്കണക്കിന് 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ ആൾക്കാരുണ്ടായിരുന്ന ഒരു സംഘടന വെറും ഇപ്പോൾ 5000 അല്ലെങ്കിൽ 7000 അനൗദ്യോഗിക കണക്കേ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം അവരാരും പ്രത്യക്ഷത്തിൽ ഞാൻ യാക്കൂസയാണെന്നും പറഞ്ഞ് രംഗത്ത് വരാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അവരെ പിടിച്ചകത്തിടുന്ന ശക്തമായിട്ടുള്ള നിയമങ്ങളുണ്ടല്ലേ. അപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇതാണ്. അവർക്ക് ഡയറക്റ്റായിട്ട് മറ്റേതുപോലെ ബിസിനസ്സോ റിയൽ എസ്റ്റേറ്റോ ഇതിലൊന്നും പോയിട്ട് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണ്? ബിസിനസ്സുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കൊടുക്കുകയാണ്. ഒരു ബിസിനസ്സുകാരൻ ഇവർക്ക് കൊട്ടേഷൻ കൊടുക്കും, മറ്റേ ബിസിനസ്സുകാരനെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ ഡീല് അവിടെ സെറ്റിൽ ചെയ്യുന്നു. ഇത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പണ്ട് മറ്റേ കത്തിയും വടിവാളുമായിട്ട് നടന്ന ഗുണ്ടകളൊക്കെ ഇന്ന് ഗുണ്ടാ തലവന്മാരായി. ഇവരുടെ പ്രധാന ജോലി എന്താണെന്ന്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബിസിനസ്സുകാരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. അവർക്ക് ഇത്ര ശതമാനം കമ്മീഷനാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 100 കോടിയുടെ ഒരു പ്രോപ്പർട്ടി വയ്ക്കുന്ന ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കമായിരിക്കും. അപ്പോൾ അവർ പറയും അതിൻ്റെ 3% ഞങ്ങൾക്ക് തന്നെ, അതായത് 3 കോടി ഞങ്ങൾക്ക് തന്നെ എന്ന് പറഞ്ഞ് കൊച്ചിയിലെ ഗുണ്ടകളൊക്കെ മേടിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ ഈ 2025 കാലഘട്ടങ്ങളിലൊക്കെ യാക്കൂസ ചെയ്യുന്നത് ഇതാണ്. പ്രധാനമായിട്ടും മയക്കുമരുന്ന് വ്യാപാരമാണ്. മറ്റുള്ള ആ ഒരു നാടുകളിലേക്കോ അല്ലെങ്കിൽ രാജ്യങ്ങളിലേക്കോ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വ്യാപാരം പോലും ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ സൈബർ കുറ്റകൃത്യങ്ങൾ, ഓൺലൈനായിട്ട് പണം തട്ടിയെടുക്കുക തുടങ്ങി ഒരുപാട് അങ്ങനത്തെ, അതായത് ഒതുങ്ങി ചെയ്യാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങളിലാണ് ഇവർ ഇപ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ളത്. അല്ലാതെ പണ്ടത്തെ പോലെ തോക്കും വടിവാളും കത്തിയും ഒന്നെടുത്ത് തെരുവുകളിലേക്ക് ഇവർ ഇറങ്ങാറില്ല. ഇവർ നിഴലുകളിലാണ് ഇന്ന് ജീവിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗം പേരും കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇവർക്ക് മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദേഹത്ത് മൊത്തം ടാറ്റുവാണ്, അതൊന്നും ചെയ്ത് മായ്ക്കാനും പറ്റില്ലല്ലേ. അപ്പോൾ വിധി ഇവരെ കാത്തുവച്ചത് ഇവർക്കുള്ള കടുത്ത
കടുത്ത ശിക്ഷയായിരുന്നു, കടുത്ത അവഗണനയായിരുന്നു സമൂഹത്തിൽ നിന്നുള്ളത്. ഇനി സിനിമകളിലെയും വീഡിയോ ഗെയിമുകളിലെയും ഒക്കെ യാക്കൂസയെ പറ്റി നമുക്ക് സംസാരിക്കാം. ലോകമെമ്പാടും യാക്കൂസയ്ക്ക് ഇത്രത്തോളം കുപ്രസിദ്ധി നേടിക്കൊടുത്ത പ്രധാന ഘടകം എന്നുള്ളത് സിനിമകളും അതുപോലെ തന്നെ വീഡിയോ ഗെയിംസുമാണ്. ഇതിലൂടെയാണ് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേര് യാക്കൂസയെ പറ്റി അറിയുന്നതും. പക്ഷേ ഈ സിനിമകളൊക്കെ അവരെ പോർട്രേ ചെയ്തത്, അതായത് അവരെ കാണിച്ചത് വീരപുരുഷന്മാരായിട്ടാണ്, അത്രത്തോളം ധൈര്യമുള്ളവരായിട്ടാണ്, അത്രത്തോളം ഗ്ലോറിഫൈ ചെയ്താണ് ഈ സിനിമകളിലും വീഡിയോ ഗെയിമുകളിലും ഒക്കെ തന്നെ അവരെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ക്രിമിനൽ സംഘങ്ങളെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഏറ്റവും വലിയ തെറ്റാണല്ലേ, സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണത്. 1970-കളിൽ ഇറങ്ങിയ ഒരു ഫേമസ് ജാപ്പനീസ് മൂവിയുണ്ട്, ബാറ്റിൽസ് വിത്തൗട്ട് ഓണർ ആൻഡ് ഹ്യൂമാനിറ്റി. അപ്പോൾ ഈ സിനിമകളിലൂടെയാണ് ആദ്യമായിട്ട് യാക്കൂസയെ പറ്റിയിട്ട് ഏറ്റവും കാര്യമായിട്ട് മറ്റ് ലോകമെമ്പാടുമുള്ള ജനങ്ങളൊക്കെ കാണുന്നത്. പിന്നീട് ഹോളിവുഡിലാണെങ്കിൽ തന്നെ ബ്ലാക്ക് റെയിൻ പോലുള്ള സിനിമകളിലും വളരെ വ്യക്തമായിട്ട് ഇവരെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ഹീറോയിക് പരിവേഷം നൽകിയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് റ്യൂഗ ഗൊറ്റാക്കു എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ യാക്കൂസ എന്നുള്ള പേരിൽ ഒരുപാട് വീഡിയോ ഗെയിം സീരീസുകൾ ഇറക്കിയാണ്. പ്ലേ സ്റ്റേഷനിലും കമ്പ്യൂട്ടറിലും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. ഈ 2025 ഫെബ്രുവരിയിൽ പോലും അവരുടെ ഒരു പുതിയ റിലീസ് ഉണ്ടായിരുന്നു. യാക്കൂസയുടെ ഭാവിയെ പറ്റി പറയുവാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ ആൾക്കാർ പറയുന്നത് യാക്കൂസയുടെ കാലഘട്ടം കഴിഞ്ഞു, ഇനി ഈ പ്രായമുള്ളവർ കൂടെ അവരുടെ തലമുറകളൂടെ കഴിയുമ്പോഴേക്കും പുതിയ യുവാക്കളൊന്നും ഈ സംഘങ്ങളിൽ ചേരുന്നില്ല, അവരൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ജീവിതം ആശിച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ യാക്കൂസ അത്രത്തോളം ശക്തി കുറഞ്ഞിരിക്കുന്നു. ഇപ്പോഴുള്ള അംഗങ്ങൾ കുറച്ച് വർഷം കഴിയുമ്പോൾ അവരെല്ലാം മരിക്കും, അതോടെ ഈ സംഘത്തിൻ്റെ അവശേഷിപ്പ്, അവരുടെ ഒരു പൊടി പോലും ഉണ്ടാകില്ല എന്നൊരു വാദമാണ് ഏറ്റവും പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമുക്ക് കാണാൻ പറ്റും. പണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്ന സംഘടനയിൽ ഇന്ന് വളരെ കുറച്ച് പേര് മാത്രമാണുള്ളത്. ആ ഉള്ളവർക്ക് തന്നെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ വന്ന് ക്രൈമുകളൊന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവരൊക്കെ കടുത്ത പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ്. കാരണം അവർക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്ത് പൈസ സമ്പാദിക്കാൻ പറ്റുന്നതിന് ലിമിറ്റുണ്ട്. മറ്റ് മുഖ്യധാര ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം മേത്ത് മൊത്തം ടാറ്റു ആണല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ അവരെ വലിക്കുകയാണ്. മറ്റൊരു പക്ഷം പറയുന്നത് യാക്കൂസയ്ക്ക് വീണ്ടും ശക്തമാകാൻ സാധിക്കും, അവർക്കിപ്പോഴും അവിടെ പിടിപാടുണ്ട് എന്നുള്ള കാര്യമാണ്. പല ഓർഗനൈസ്ഡ് അവിടെ നടക്കുന്ന പല കൊലപാതകങ്ങളും ക്രൈമിൻ്റെ പിന്നിലുള്ളത് യാക്കൂസ സംഘങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ വാർത്തകളിലും ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല പല സൈബർ ക്രൈമുകളും, അതായത് ഓൺലൈനായിട്ട് പണം തട്ടുന്ന വലിയൊരു സിൻഡിക്കേറ്റ് അവർ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. മയക്കുമരുന്ന് സിൻഡിക്കേറ്റ് ഇപ്പോൾ അവർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഒന്ന് വീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ഭരണകൂടം അധികാരത്തിലേറുമ്പോൾ യാക്കൂസ സംഘങ്ങളുമായിട്ട് ഒരുപക്ഷെ ഒരു ടൈപ്പ് ഉണ്ടെങ്കിൽ ഒക്കെ തന്നെ അവർക്ക് വീണ്ടും ശക്തമായി വരാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ആ ഒരു ജനവിഭാഗം പറയുന്നത്. അവരുടെ ഭാവി എന്ത് തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ്, യാക്കൂസ എന്നുള്ളത് ജപ്പാൻ ചരിത്രത്തിൽ നിന്നും ഒരിക്കലും അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരു ഏടാണ്. ജപ്പാൻ്റെ കഥ പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഹിരോഷിമ നാഗാസാക്കി അപകടം ഒക്കെയാണല്ലോ പറയുന്നത് അല്ലേ. അതിനുശേഷം ഏറ്റവും കൂടുതൽ ശക്തപ്പെട്ടിട്ടുള്ള ജപ്പാൻ്റെ ചരിത്രത്തിൽ അത്രത്തോളം ശക്തമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഏടാണ് യാക്കൂസകളുടെ ചരിത്രം. അവശേഷിക്കുന്നത് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ സംശയം മാത്രമേ ഉള്ളൂ. യാക്കൂസ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാകുമോ, അതോ അവർക്ക് പഴയ പ്രഭാവത്തിലേക്ക്, പഴയതില്ലെങ്കിലും അതിൻ്റെ ഒരു പകുതി പ്രഭാവത്തിലേക്കെങ്കിലും തിരികെ വരാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കാലത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നമുക്ക് കണ്ടറിയാം അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള യാക്കൂസ സംഘങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ വീരപുരുഷന്മാരാണോ അതോ ക്രിമിനൽസ് ആണോ? ക്രിമിനൽസ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് അവരെ ഒരു നന്മയുടെ അടയാളമായിട്ട് കാണേണ്ട കാര്യമുണ്ടോ? അതോ എത്ര ചാരിറ്റി പ്രവർത്തനം ചെയ്യുവാണെങ്കിലും നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ പുച്ഛത്തോടെ നോക്കി കണ്ടാൽ മതിയോ? ഇതിനെയൊക്കെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വിസ്മേഷ് മാടപ്പള്ളി സൈനിങ് ഔട്ട്.